ഹലോ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അരീനിയസ് കൺസെപ്റ്റും ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. അത് ലൂയിസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 1923 അത് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ആസിഡ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ആക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ ആണ് ആസിഡ്. അപ്പോൾ ബേസ് എന്തായിരിക്കും? സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഇലക്ട്രോൺ പെയർ ഡോണറാണ് ബേസ്. അപ്പം ആസിഡ് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്ററുമാണ്, ബേസ് ഇലക്ട്രോൺ പെയർ ഡോണറുമാണ്. ഇപ്പം എക്സാമ്പിൾ നോക്കുക, അതായത് NH3 അമോണിയ പ്ലസ് BF3 ഗീവ്സ് NH3 BF3 അല്ലേ. അപ്പോൾ അതിലെ NH3 നൈട്രജൻ്റെ മുകളിൽ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ദിസ് അമോണിയ ഡൊണേറ്റ്സ് എ ഇലക്ട്രോൺ പെയർ ടു BF3. അപ്പം അതുകൊണ്ട് അമോണിയ എന്ന് പറയുന്നത് ഒരു ബേസും ആണ്, BF3 എന്ന് പറയുന്നത് ആസിഡും ആണ്. നമ്മൾ ഡെഫിനിഷനിൽ എന്താണ് പറഞ്ഞത്? ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ഡോണർ എന്നാണ്. അപ്പോൾ ഇവിടെ ആരാണ് ഡൊണേറ്റ് ചെയ്യുന്നത്? NH3 അമോണിയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അമോണിയ ഈസ് കൺസിഡേർഡ്, സിൻസ് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോൺ പെയർ ഡോണർ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ബേസ് ആൻഡ് BF3 ഈസ് കൺസിഡേർഡ് ആസ് എൻ ആസിഡ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അതായത് അമോണിയം H+ ടു ഫോം അമോണിയം അയോൺ, അതായത് NH3 പ്ലസ് H+ ഗീവ്സ് NH4+. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അമോണിയയിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ അമോണിയ ഡൊണേറ്റ്സ് ഇലക്ട്രോൺ പെയർ ടു H+. സോ അമോണിയ ഈസ് റിഗാർഡഡ് ആസ് ബേസ് ആൻഡ് H+ ഈസ് ആസിഡ്. ഏതാണ് ഇലക്ട്രോൺ പെയർ ഡോണർ? അതാണ് ബേസ്. അപ്പോൾ ഇവിടെ ഡോണർ അമോണിയ ആണ്, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. സോ ദിസ് അമോണിയ ഈസ് എ ബേസ് ആൻഡ് ദിസ് H+ ഈസ് ആൻ ആസിഡ്. ഓക്കെ, പിന്നെ അതുപോലെ ഇവിടെ കുറേ അധികം എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് F- പ്ലസ് BF3. അപ്പോൾ ഇതിൽ ടു ഫോം BF4-. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? F- അതിൻ്റെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും, അതിൻ്റെ ആ നെഗറ്റീവ് ചാർജിനെ ഡൊണേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് ബേസ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിളിൽ Ag++ 2Cn- ഗീവ്സ് AgCN2H-. അപ്പോൾ ഇവിടെ ഏതാണ് നെഗറ്റീവ് അയോൺസ് ഉള്ളത്, നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉള്ളത്? Cn- അടുത്താണ്. അപ്പോൾ അതാണ് ഇലക്ട്രോൺ പെയർ ഡോണർ. അപ്പോൾ അതാണ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലൂയിസ് തിയറി ഈസ് ഓൾസോ അപ്ലിക്കബിൾ ടു നോൺ പ്രോട്ടിക് സിസ്റ്റംസ്. പ്രോട്ടിക് അല്ലാത്ത സിസ്റ്റംസിനും അത് അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം കണ്ടു കഴിഞ്ഞു. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി അപ്ലിക്കബിൾ ടു സബ്സ്റ്റൻസസ് അതർ ദാൻ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് ആക്സെപ്റ്റേഴ്സ്. പ്രോട്ടോണിൻ്റെ കേസിൽ മാത്രമല്ല ഇവിടെ പറയുന്നത്, അതായത് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ ആണോ ഡോണർ ആണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൂയിസ് തിയറി ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ലൂയിസ് തിയറി ഈസ് അപ്ലിക്കബിൾ ടു നോൺ പ്രോട്ടിക് സിസ്റ്റംസ്. Then it can also be applicable to substances other than proton donors and acceptors. Okay, പിന്നെ ഇതിലെ കുറച്ച് ലൂയിസ് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൂയിസ് ബേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതായത് ലൂയിസ് ആസിഡ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ദേ ആർ സബ്സ്റ്റൻസസ് ഹാവിങ് ബാക്ക് ആൻഡ് ഓർബിറ്റൽസ് ടു ആക്സെപ്റ്റ് ഇലക്ട്രോൺസ്. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ അമോണിയ ഒരു ബേസാണ്, ലൂയിസ് ബേസാണ്, അത് അതിൻ്റെ ഇലക്ട്രോൺസിനെ ആസിഡ്സിനെ ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആസിഡായിട്ട് ലൂയിസ് ആസിഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനത്തിന് എന്ത് വേണം? ബാക്ക് ആൻഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം ടു ആക്സെപ്റ്റ് ദ ഇലക്ട്രോൺസ്. സോ ലൂയിസ് ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ആക്സെപ്റ്റ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ ദിസ് കാറ്റയോൺസ് ആർ കൺസിഡേർഡ് ആസ് ലൂയിസ് ആസിഡ്സ് സിൻസ് ദേ ആക്സെപ്റ്റ് ഇലക്ട്രോൺസ്. കാറ്റയോൺസ് ഒക്കെ ലൂയിസ് ആസിഡ്സ് ആണ്. ഉദാഹരണത്തിന് സോഡിയം പ്ലസ്, പൊട്ടാസ്യം പ്ലസ്, കാൽഷ്യം അയോൺ, ബേരിയം അയോൺ, അതിനൊക്കെ ലാർജർ സൈസുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വീക്ക് ലൂയിസ് ആസിഡ്സ് ആയിരിക്കും. ഇനിയിപ്പോൾ സ്മോൾ സൈസുള്ള കുറേ എണ്ണുണ്ട്, H+, Ag+, Fe2+, അതിനൊക്കെ സ്മോൾ സൈസാണ്. അപ്പോൾ സ്മോൾ സൈസുള്ളത് കൊണ്ട് എന്തായിരിക്കും? അത് സ്ട്രോങ് ലൂയിസ് ആസിഡ്സ് ആയിരിക്കും. അപ്പം ലാർജ് സൈസുള്ള കാറ്റയോൺസ് ഒക്കെ വീക്ക് ലൂയിസ് ആസിഡ്സും ആയിരിക്കും. സ്മോൾ സൈസുള്ള കാറ്റയോൺസും ഒക്കെ സ്ട്രോങ് ലൂയിസ് ആസിഡ്സും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ Ag+ ഏത് കാറ്റഗറിയിലാണ്? സ്മോൾ സൈസ് ഉള്ളതാണ്. അപ്പോൾ അത് സയനൈഡ് ആയിട്ട് ക്ലബ് ചെയ്യുമ്പോൾ സിൽവർ സയനൈഡ് ഉണ്ടാവുന്നുണ്ട്. അത് സ്ട്രോങ് ആയിരിക്കും. അതായത് ബിക്കോസ് ഹിയർ ദ ആസിഡ് Ag+ ഈസ് എ സ്ട്രോങ് ലൂയിസ് ആസിഡ്. ദെൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്സ് ലൈക്ക് BF3, AlCl3 have no
completed octet around the central atom and can thus act as Lewis acids. അതായത് BF3AlCl3ക്ക് ഒന്നും കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒക്റ്ററ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ BF3യും AlCl3യും which are electron deficient compounds and which have not completed their octet, they can be act as Lewis acids. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമോണിയ നമുക്കറിയാം ഒരു ബേസ് ആണ്, ലൂയിസ് ബേസ് ആണ്. അതിൽ ലോൺ പെയറിനെ BF3ക്ക് കൊടുക്കുമ്പോൾ BF3യിലെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് BF3ക്ക് ആ ലോൺ പെയേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട്സ് ലൈക്ക് BF3 ആൻഡ് AlCl3 ക്യാൻ ആക്ട് ആസ് ലൂയിസ് ആസിഡ്സ്. ഓക്കെ, then molecules like tin chloride, then silicon fluoride, then antimony fluoride. അപ്പോൾ അതിൻ്റെ കേസിലൊക്കെ സെൻട്രൽ ആറ്റം ഹാവ് വാക്കന്റ് ഡി ഓർബിറ്റൽസ്. അപ്പോൾ വാക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെന്ത് ചെയ്യാൻ സാധിക്കും? ഇലക്ട്രോൺസിനെ ബേസുകളിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് മോളിക്യൂൾസ് ലൈക്ക് SnCl4, SiF4 ആൻഡ് SbF5 ക്യാൻ ആക്ട് ആസ് എ ലൂയിസ് ആസിഡ് സിൻസ് ദേ ഹാവ് വാക്കന്റ് ഡി ഓർബിറ്റൽസ്. ഇനി ആനയോൺസ്. ആനയോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവ് ചാർജിലാണ്, ലൈക്ക് F-, Cn-. ദെൻ മോളിക്യൂൾസ് വിത്ത് ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ലൈക്ക് NH3, H2O either. They can form sigma or pi complexes with the metal atoms or ions and thus act as Lewis bases. അപ്പോൾ അതിലൊക്കെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, അപ്പോൾ അതിൽ ഇലക്ട്രോൺസ് ഉണ്ട്. അല്ലെങ്കിൽ അമോണിയം വാട്ടർ ഈതറിൻ്റെ ഒക്കെ കേസിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ സിഗ്മ കോംപ്ലക്സും പൈ കോംപ്ലക്സസും ഒക്കെ ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും വിത്ത് മെറ്റൽ ആറ്റംസ് ഓർ അയോൺസ് ആൻഡ് ദസ് ദേ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ലൂയിസ് ബേസസ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ലൂയിസ് ആസിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുക? വാക്കന്റ് ഓർബിറ്റൽസ് ഉള്ളത്, ദെൻ കാറ്റയോൺസ്, ദെൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട്സ്, then molecules like SnCl4, SiF4, SbF5 with vacant d orbitals, these all can act as Lewis acids. And anions, then molecules with a lone pair of electrons which are forming sigma or pi complexes with metal atoms or ions can act as a Lewis bases. Okay, then നെക്സ്റ്റ് വരുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ലൂയിസ് തിയറി ആണ്. അപ്പോൾ ഇലക്ട്രോൺ പെയർ ഡോണർ അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ എന്ന ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്തു വെച്ചാലും ഇതിന് കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ ലിമിറ്റേഷൻ ഈസ് ദാറ്റ് ഇറ്റ് ക്ലാസിഫൈസ് ഓൾ സ്പീഷീസ് ദാറ്റ് ക്യാൻ ഫോം കോർഡിനേറ്റ് ബോണ്ട് ഇൻ ടു ആസിഡ്സ് ആൻഡ് ബേസസ്. കൺസെപ്റ്റ് ഈസ് ടു ജനറൽ. അതായത് അത് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്ന എല്ലാ സ്പീഷീസിനും ആസിഡ്സ് എന്നോ അല്ലെങ്കിൽ ബേസസ് എന്നോ അങ്ങനെ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ അത് ഭയങ്കര ജനറലായിപ്പോയി. അങ്ങനെ എല്ലാ കോമ്പൗണ്ട്സിനും നമുക്ക് ആസിഡാണ് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കണു എന്ന് വെച്ചിട്ട് അതിന് ആസിഡാണ് ബേസ് എന്നുള്ള കാറ്റഗറിയിലൊന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല മൊത്തം. അപ്പോൾ അത് ടു ജനറൽ, എല്ലാത്തിനും അത് അപ്ലൈ ചെയ്തു പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. ദെൻ നെക്സ്റ്റ് ഈസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു explain the relative strengths of acids and bases on the basis of this concept. അപ്പോൾ ഈ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് റിലേറ്റീവ് സ്ട്രെങ്ത് എത്രമാത്രം സ്ട്രെങ്ത് കൂടുതലുണ്ട് അല്ലെങ്കിൽ കുറവുണ്ട്, ആ റിലേറ്റീവ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആസിഡ്സിൻ്റെയും ബേസസിൻ്റെയും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതാണ് ഇതിൻ്റെ അടുത്ത ഡ്രോബാക്ക്. ഇപ്പോൾ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് അത് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്ന എല്ലാ സ്പീഷീസിനെയും ആസിഡ് എന്നും ബേസ് എന്നും നമ്മളെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തു. അപ്പോൾ ടു ജനറൽ ആയിപ്പോയി. നെക്സ്റ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ദ റിലേറ്റീവ് സ്ട്രെങ്ത്സ് ഓഫ് ദിസ് ആസിഡ്സ് ആൻഡ് ബേസസ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കൺസെപ്റ്റ്. ഇപ്പോൾ ലൂയിസ് തിയറി ചോദിക്കുകയാണെങ്കിൽ ചെറിയ മാർക്കിനാണ് എങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് എഴുതുക, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക, ഒന്നോ രണ്ടോ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പാരഗ്രാഫിലൊക്കെയാണ് ചോദിക്കുന്നത് വെച്ചാൽ എന്നിട്ട് അതിൻ്റെ കൂടെ ഏതൊക്കെയാണ് ലൂയിസ് ആസിഡ്സ്, ഏതൊക്കെയാണ് ലൂയിസ് ബേസസ്, അതിൻ്റെ ലിമിറ്റേഷൻ. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ എല്ലാതും എക്സ്പ്ലെയിൻ ചെയ്യണം. അതനുസരിച്ചിട്ടായിരിക്കും മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇനി ലെക്സ് ഫ്ലഡ് കൺസെപ്റ്റ് അത് സിലബസിലല്ല ഒരു ബോക്സിലിട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സമയം പോലെ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ ഉസാനോവിച്ച് കൺസെപ്റ്റും അതും സിലബസിൽ ചെയ്യുന്നില്ല എന്നെങ്കിലും പക്ഷെ ആ രണ്ട് കൺസെപ്റ്റുകളും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ, പഠിക്കാനായിട്ടുണ്ടായിരുന്നു ഡിഗ്രിക്ക്. പക്ഷെ ഇപ്പോൾ അത് ബോക്സിലായിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാനായിട്ടുള്ള ഇതായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട, പക്ഷെ എന്താണ് ജസ്റ്റ് ആസിഡ് ബേസ് എന്നൊക്കെ ഒരു കൺസെപ്റ്റ്
നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക, മനസ്സിലാക്കി നോക്കുക. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഒരു ആസിഡ് എത്ര സ്ട്രോങ് ആണ്, ബേസ് എത്ര സ്ട്രോങ് ആണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഫസ്റ്റ് വൺ സോൾവെന്റ്, അതായത് ദ ടൈപ്പ് ഓഫ് സോൾവെന്റ് യൂസ്ഡ്. അതിന് വളരെ ഒരു ഇഫക്റ്റ് ഉണ്ട് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്ട്രെങ്ത് നിർണ്ണയിക്കുന്നതിൽ. അപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റ്? സ്ട്രെങ്ത് ഓഫ് ദി ആസിഡ് ഓർ ബേസ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലൂയിസ് ആക്ഷൻ ഓഫ് HNO3 ഇൻ 2 സോൾവെൻറ്റ്സ്. HNO3 എന്ന് പറയുമ്പോൾ നൈട്രിക് ആസിഡ്. അത് നമ്മൾ 2 സോൾവെന്റിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് ആണ്. രണ്ടാമത്തെ സോൾവെന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ടർ ആണ്. ഈ 2 ഇക്വേഷൻസും വഴി അതിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വെള്ളത്തിലെ നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വാട്ടറിലാണെങ്കിൽ അതൊരു സ്ട്രോങ് ആസിഡ് ആണ്. ബിക്കോസ് H2O accepts proton from this nitric acid. Okay, that we know. Because nitric acid is a strong acid in water. Why? Because water accepts proton from nitric acid. പക്ഷെ അതൊരു അസറ്റിക് ആസിഡ് ആണ് സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ നൈട്രിക് ആസിഡിനെ ഡിസോൾവ് ചെയ്യിക്കണമെന്ന് വെച്ചാൽ നൈട്രിക് ആസിഡ് ഈസ് എ വീക്ക് ആസിഡ് ഇൻ അസറ്റിക് ആസിഡ് and is only feebly ionized. Why? Since acetic acid has feeble tendency to accept proton from H+. വാട്ടറിനെ നൈട്രിക് ആസിഡ് എന്ന് പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നല്ല ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നൈട്രിക് ആസിഡ് വാട്ടറിൽ സ്ട്രോങ് ആസിഡ് ആണ്. പക്ഷെ നൈട്രിക് ആസിഡ് നമ്മൾ അസറ്റിക് ആസിഡിൽ എടുക്കുകയാണെങ്കിൽ അതൊരു വീക്ക് ആസിഡ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി ഫീബിളി അയണൈസ്ഡ്. സിൻസ് CH3COH, acetic acid only has a feeble tendency to accept proton from H+. അപ്പോൾ സോൾവെന്റ് അനുസരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ ഒരു ആസിഡ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം നൈട്രിക് ആസിഡ് HF ആണ് സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻ HF നൈട്രിക് ആസിഡ് ഈസ് ഫോഴ്സ്ഡ് ടു ഷോ വീക്ക് ആസ് ബേസിക് ക്യാരക്ടർ. അതിനെ വീക്ക് ബേസിക് ക്യാരക്ടർ ആണ് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഓൺ അക്കൗണ്ട് ഓഫ് ദ സ്ട്രോങ് പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസി ഓഫ് HFന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള നൈട്രിക് ആസിഡിന് ഒരു വീക്ക് ബേസിക് ക്യാരക്ടറേ ഉണ്ടാവുള്ളൂ. ദെൻ അസറ്റിക് ആസിഡ് ആൻഡ് HF. അസറ്റിക് ആസിഡ് നമുക്ക് അറിയാം ഒരു വീക്ക് ആസിഡ് ആണ്. പക്ഷേ അത് HFന്റെ കൂടെയാണെങ്കിൽ, HF ആണ് സോൾവെന്റ് എങ്കിൽ അസറ്റിക് ആസിഡ് ഒരു സ്ട്രോങ് ബേസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, ദെൻ അസറ്റിക് ആസിഡ് അമോണിയയിലെ സോൾവെന്റ് ആയിട്ടാണെങ്കിൽ ഇൻ ലിക്വിഡ് അമോണിയയിലെ അസറ്റിക് ആസിഡ് ഇതുപോലെ നേരത്തെ പോലെ തന്നെ സ്ട്രോങ് ബേസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് പറയാം, നമുക്ക് ഇന്ന സാധനം സ്ട്രോങ് ആണ് വീക്ക് ആണെന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് സോൾവെന്റ് ആണ് ഉപയോഗിക്കുന്നത് ആ സോൾവെന്റിന്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് നമുക്ക് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നൈട്രിക് ആസിഡ് വാട്ടറിൽ സ്ട്രോങ് ആണ്, എന്നാൽ അസറ്റിക് ആസിഡിൽ വീക്കാണ്. അതുപോലെ HFലെ നൈട്രിക് ആസിഡ് വീക്ക്ലി ബേസിക് ആണ്. അസറ്റിക് ആസിഡ് HFലെ സ്ട്രോങ് ബേസ് ആണ്. അമോണിയയിലെ അസറ്റിക് ആസിഡ് സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ സോൾവെന്റ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ സ്ട്രെങ്ത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇഫക്റ്റ് ഓഫ് പൊളാരിറ്റി ആൻഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പൊളാരിറ്റി greater the polarity and dielectric constant, greater will be the strength of the acid and base dissolved in it. അതായത് നമ്മുടെ സോൾവെന്റിന്റെ പൊളാരിറ്റിയും ഡയലക്ട്രിക് കോൺസ്റ്റന്റും ഒക്കെ കൂടുതലാണെങ്കിൽ അതിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ആസിഡിന്റെയും ബേസിന്റെയും ഒക്കെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഇത്രയേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പൊളാരിറ്റി ആൻഡ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ സോൾവെന്റ്? ഗ്രേറ്റർ ദ പൊളാരിറ്റി ആൻഡ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദി solvent, greater will be the strength of the acid and base dissolved in it. Next point, nature of the substituents. അതൊക്കെ നിങ്ങൾ ഓൾറെഡി ഓർഗാനിക്കിലൊക്കെ പഠിച്ചുള്ള കാര്യമാണ്. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻസ് യൂസ് ചെയ്ത് ലൈക്ക് Cl, ഇറ്റ് വുഡ് ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദി ആസിഡ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റൻസസ് ആണെങ്കിൽ അത് സ്ട്രെങ്ത് ഓഫ് ദ ആസിഡിനെ കൂട്ടും. ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണെന്ന് വിചാരിക്കുക, ലൈക്ക് CH3 ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വുഡ് ഡിക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദി ആസിഡ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ക്ലോറോ അസറ്റിക് ആസിഡ് ആണ് സ്ട്രോങ്ങർ ദാൻ അസറ്റിക് ആസിഡ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇപ്പം എന്താണ് പറഞ്ഞത്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണെങ്കിൽ അത് സ്ട്രെങ്ത് ഓഫ് ദ ആസിഡിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടി പറയാം, ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണെങ്കിൽ അത് സ്ട്രെങ്ത് ഓഫ് ദ ആസിഡിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണെങ്കിൽ അത് സ്ട്രെങ്ത് ഓഫ് ദ ആസിഡിനെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണെങ്കിൽ മാത്രമാണ്
സ്ട്രെങ്ത് ഓഫ് ദ ആസിഡ് കൂടുള്ളൂ. അതുകൊണ്ടാണ് ക്ലോറോ അസറ്റിക് ആസിഡ് സ്ട്രോങ്ങർ ആണ് ആസിറ്റിക് ആസിഡിനേക്കാളും എന്ന് പറയാനുള്ള കാരണം. ഇനി അമീൻസിലാണെങ്കിൽ നമുക്കറിയാം ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അതിന് എന്ത് ക്യാരക്ടർ ആയിരിക്കും? ബേസിക് ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുക. ഇനി അലിഫാറ്റിക് അമീൻസ് എന്ന് വിചാരിക്കാം. അതിൽ ആൽക്കൈൽ ഗ്രൂപ്പ്സിന് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ദിസ് ഇൻക്രീസസ് ദ ഇലക്ട്രോൺ അവൈലബിലിറ്റി ഓഫ് നൈട്രജൻ ആറ്റം ആൻഡ് ദിസ് മേക്സ് അലിഫാറ്റിക് അമീൻസ് മോർ ബേസിക് ദാൻ അമോണിയ. ഓക്കെ, അലിഫാറ്റിക് അമീൻസിൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്, അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യും? ഇലക്ട്രോൺ അവൈലബിലിറ്റി നൈട്രജൻ ആറ്റത്തുമ്പോൾ കൂട്ടുന്നു. അപ്പൊ അതുകൊണ്ടാണ് അലിഫാറ്റിക് അമീൻസ് മോർ ബേസിക് ആണ് അമോണിയനേക്കാളും. ഓൾസോ dimethyl amine due to the presence of 2 electron donating methyl groups is more basic than methyl amine. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് കൂടുന്നതനുസരിച്ചിട്ട് എക്സ്പെഷ്യലി ഇൻ അമീൻസ് ബേസിക് ക്യാരക്ടർ കൂടുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഡൈമീഥൈൽ അമീനിലാണെങ്കിൽ 2 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അതിന് കൂടുതൽ ബേസിക് ക്യാരക്ടർ ഉണ്ടായിരിക്കും ദാൻ മീഥൈൽ അമീൻ. ഇനി മീഥൈൽ അമീനിലാണെങ്കിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബി മോർ ബേസിക് ദാൻ അമോണിയ. ഓക്കെ ആണല്ലോ? ദെൻ സ്റ്റെറിക് ഇഫക്റ്റ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂവൻസ്, അത് നമുക്കറിയാം അല്ലെ? സ്റ്റെറിക് ഇഫക്റ്റ്, അതായത് ട്രൈമീഥൈൽ അമീന് ലെസ് ബേസിക് ആണ് ഡൈമീഥൈൽ അമീൻ. എന്തുകൊണ്ടാ? സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ട്. ട്രൈമീഥൈൽ അമീനിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ 3 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട് അതിലെ. ആൻഡ് ദിസ് ഇൻഹിബിറ്റ്സ് ദ അപ്രോച്ച് ഓഫ് ആസിഡ് ടുവേർഡ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റെറിക് ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ്. ട്രൈമീഥൈൽ അമീനിലെ ലെസ് ബേസിക് ആണ് ദാൻ ഡൈമീഥൈൽ അമീൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്റ്റെറിക് ഹിൻഡ്രൻസ് ഓഫ് 3 methyl groups in trimethyl amine and this inhibits the approach of acids towards it. Then next point എന്ന് പറയുന്നത് p-pi ബാക്ക് ബോണ്ടിങ് ആണ്. അതായത് BF3-ലെ ബോറോൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് 3 ഇലക്ട്രോനെഗറ്റീവ് ഫ്ലൂറിൻ ആറ്റംസിനോട് ഇല്ലേ? ബട്ട് BF3 is less acidic than BCl3 or BBr3. Why? എന്തുകൊണ്ടാ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പോയിന്റ്സ് എന്നൊക്കെ നിങ്ങൾക്ക് ഈ 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാവുന്നതാണ്. 2 മാർക്സിന്റെ ഒക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പൊ BF3-ലെ ബോറോൺ ഈസ് അറ്റാച്ച്ഡ് ടു 3 ഇലക്ട്രോനെഗറ്റീവ് ഫ്ലൂറിൻ ആറ്റംസ് ബട്ട് BF3 is less acidic than BCl3 or BBr3. എന്തുകൊണ്ടാ? കാരണം എന്താ വെച്ചാൽ BF3-ൽ നമുക്കറിയാം a shift of electron density occurs from fluorine to boron അല്ലേ? എന്തുകൊണ്ടാണ്? there will be a pi overlap between a vacant p orbital of boron and a filled p orbital of fluorine. അപ്പം അതാണ് p-pi ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ this decreases the electron accepting power of the electron deficient boron center. But this type of effective back bonding does not occur in other boron halides. ഇപ്പോൾ BCl3-ലും BBr3-ലും ഒന്നും ഇത്തരത്തിലുള്ള ഒരു p-pi ബാക്ക് ബോണ്ടിങ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? BF3 ആണ് ലെസ് അസിഡിക് ദാൻ BCl3 ഓർ BBr3. അപ്പോൾ ഒന്നുകൂടിയും പറയാം, BF3-ലെ ബോറോൺ അറ്റാച്ച്ഡ് ടു 3 ഇലക്ട്രോനെഗറ്റീവ് ഫ്ലൂറിൻ ആറ്റംസ് ബട്ട് ഇറ്റ് ഈസ് ലെസ് അസിഡിക് ദാൻ BCl3 ഓർ BBr3. എന്തുകൊണ്ടാണ്? ഇപ്പം നമുക്കറിയാം ഇൻ BF3-ലെ a shift of electron density from fluorine to boron occurs. ഫ്ലൂറിനിൽ നിന്ന് ബോറോണിലേക്ക് ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ ഷിഫ്റ്റ് നടക്കുകയാണ് by a pi overlap between the p orbital of boron and a filled p orbital of fluorine. ഫ്ലൂറിന്റെ ഫീൽഡ് p orbital ഉണ്ട്, ബോറോണിന്റെ വാക്കന്റ് ആയിട്ടുള്ള p orbital ഉണ്ട്. അപ്പോൾ ഫ്ലൂറിന്റെ ഫീൽഡ് p orbital നിന്നും ഇലക്ട്രോൺസിന്റെ ഒരു ബാക്ക് ബോണ്ടിങ് നടക്കുകയാണ്. എവിടേക്ക്? ബോറോണിന്റെ വാക്കന്റ് ആയിട്ടുള്ള p orbitalലേക്ക്. ഇതിനെയാണ് p-pi ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത്. സോ ദിസ് ഡിക്രീസസ് ദി ഇലക്ട്രോൺ ആക്സെപ്റ്റിംഗ് പവർ ഓഫ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ബോറോൺ സെന്റർ. ബോറോണിന് ഓൾറെഡി ഇലക്ട്രോൺസിനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ആക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. ഓക്കെ, ബട്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള p-pi ബാക്ക് ബോണ്ടിങ് BCl3-ലും BBr3-ലും ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. BF3-ൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, then next electronegativity, charge density and hydration energy. അതായത് ആസിഡ് സ്ട്രെങ്ത് ഹൈഡ്രേറ്റ്സിന്റെ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ HF-ലാണ്, ദെൻ H2O, ദെൻ NH3. അതെന്തുകൊണ്ടാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് ഇൻ ദ ഓർഡർ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ഏതാണ്? ഫ്ലൂറിൻ ആണ്. പിന്നീട് അതിനേക്കാളും കുറവ് ഓക്സിജൻ ആണ്, അതിനേക്കാളും കുറവ്
നൈട്രജൻ ആണ്. അതുകൊണ്ടാണ് ആസിഡ് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഫ്ലോറിൻ ഉള്ളതിൽ, പിന്നെ ഓക്സിജൻ ഉള്ളതിൽ, പിന്നെ നൈട്രജൻ ഉള്ളതിൽ വരുന്നത്. അപ്പം നമുക്കറിയാം ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഹാലജൻ ആസിഡ്സ് ശരിക്കും പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുന്ന ഓർഡർ ഇവിടെ തന്നിട്ടുണ്ട്. ഏതിനാണ് ഏറ്റവും കൂടുതൽ ആസിഡ് സ്ട്രെങ്ത് വരുന്നത്? ഹൈഡ്രജൻ അയോഡൈഡ് ആണ്. ദെൻ HBr, ദെൻ HCl ആൻഡ് ലീസ്റ്റ് ഫോർ HF. സോ ഫ്രം ടോപ്പ് ടു ബോട്ടം നമുക്കറിയാം സൈസ് സാധാരണ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് ദ ആനിയോണിക് ചാർജ് ഡെൻസിറ്റി, എന്താണ് ആനിയോണിക് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? കോൺസെൻട്രേഷൻ ഓഫ് ചാർജ് പെർ യൂണിറ്റ് വോളിയം, അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അയഡിൻ ആയിരിക്കും ഏറ്റവും ലോവർ ചാർജ് ഡെൻസിറ്റി. അപ്പൊ ലോവർ ചാർജ് ഡെൻസിറ്റി ആവുമ്പോൾ the more loosely is the proton held and hence greater is the bond length. So the tendency for ionization is greater when charge density is lower. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായെന്ന് കരുതുന്നു. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. അതായത് ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രേറ്റ്സിന്റെ ഓർഡർ ഇവിടെ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ, ഇനി വല്ല വൺ വേർഡിലൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത് HF, HCl, HBr, HI, ഇതിൽ ഏതിനാണ് കൂടുതൽ ആസിഡ് സ്ട്രെങ്ത് വരുന്നത്? ഓക്കെ, അപ്പോൾ ആസിഡ് സ്ട്രെങ്തിനെ എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? നമുക്കറിയാം, ഇപ്പോൾ ഹാലജൻസ് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ പീരിയോഡിക് ടേബിളിലെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ സൈസ് കൂടുകയാണ്. പക്ഷേ ആനിയോണിക് ചാർജ് ഡെൻസിറ്റിയിൽ കുറവാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആനിയോണിക് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ചാർജ് പെർ യൂണിറ്റ് വോളിയാണ്, അത് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏതിനായിരിക്കും കുറവ്? അയഡിൻ, അടിയിലുള്ള അയഡിനായിരിക്കും ലോവർ ചാർജ് ഡെൻസിറ്റി വരിക. അപ്പോൾ ചാർജ് ഡെൻസിറ്റി കുറവായി കഴിഞ്ഞാൽ, അതായത് ലോവർ ദ ചാർജ് ഡെൻസിറ്റി, ദ പ്രോട്ടോൺസ് വിൽ ബി ലൂസ്ലി ഹെൽഡ്, ഭയങ്കര ലൂസ് ആയിരിക്കും. അപ്പോൾ പ്രോട്ടോൺസ് വളരെ ലൂസായിട്ട് ഹെൽഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബോണ്ട് ലെങ്ത് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അപ്പോൾ ബോണ്ട് ലെങ്ത് കൂടുതലാകുമ്പോൾ അയണൈസേഷനുള്ള ടെൻഡൻസി വളരെ കൂടും. അപ്പോൾ ചാർജ് ഡെൻസിറ്റി കുറവാണെങ്കിൽ അയണൈസേഷനുള്ള ടെൻഡൻസി വളരെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടെൻഡൻസി വരുന്നത് ആർക്കാണ്? ഹൈഡ്രജൻ അയോഡൈഡിനാണ്. അതുപോലെ ഹൈഡ്രേഷൻ എനർജി ഇവിടെ മോസ്റ്റ് നെഗറ്റീവ് ആയിട്ട് വരുന്നത് HFനാണ്. മോസ്റ്റ് നെഗറ്റീവ്, അതായത് ലീസ്റ്റ്, ഏറ്റവും കുറവായിട്ട് മോസ്റ്റ് നെഗറ്റീവ് ആയിട്ട് വരുന്നത് ഹൈഡ്രജൻ അയോഡൈഡിനും ലീസ്റ്റ് ആയിട്ട് വരുന്നത് HFനും ആണ്. അപ്പോൾ മോർ നെഗറ്റീവ് ഹൈഡ്രേഷൻ എനർജി എന്ന് പറഞ്ഞാൽ അത് ഗ്രേറ്റർ അയണൈസേഷൻ ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, HI ഹൈഡ്രജൻ അയോഡൈഡ് ആണെങ്കിൽ ഹൈഡ്രജൻ അയോഡൈഡിന് 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുറപ്പിക്കുക. ഒന്നാമത് അതിന് ലോവർ ചാർജ് ഡെൻസിറ്റി ആയിരിക്കും ഉണ്ടാവുക. 2 അതിൻ്റെ അയണൈസേഷൻ കൂടുതലായിരിക്കും. 3 അതിൻ്റെ ഹൈഡ്രേഷൻ എനർജി മോസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം എന്തൊക്കെയാണ് ഹൈഡ്രജൻ അയോഡൈഡിൻ്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ് ഒന്നും മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ 2 മാർക്സിന് വരാം, ചിലപ്പോൾ 1 വേർഡ് ആയിട്ട് വരാം. ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ഹൈഡ്രജൻ അയോഡൈഡിന് ചാർജ് ഡെൻസിറ്റി കുറവായിരിക്കും. ചാർജ് ഡെൻസിറ്റി കുറവാണെങ്കിൽ അതിൻ്റെ അയണൈസേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, മാത്രമല്ല അതിൻ്റെ ഹൈഡ്രേഷൻ എനർജി മോസ്റ്റ് നെഗറ്റീവും ആയിരിക്കും. ഇതൊക്കെ ഉള്ളത് ഹൈഡ്രജൻ അയോഡൈഡ്. ഹൈഡ്രജൻ അയോഡൈഡിനെ ചാർജ് ഡെൻസിറ്റി ലോവർ ആയിരിക്കും, അയണൈസേഷൻ ഗ്രേറ്റർ ആയിരിക്കും, ഹൈഡ്രേഷൻ എനർജി മോസ്റ്റ് നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് റെസണൻസ് ഇഫക്റ്റ് ആണ്. ഇപ്പോൾ റെസണൻസ് ഇഫക്റ്റിലെ അസിഡിറ്റി ഓഫ് ഫീനോള്, എന്തുകൊണ്ടാണ് ഫീനോൾ അസിഡിക് ആവുന്നത്? നിങ്ങൾ 4th സെമ്മിലൊക്കെ ധാരാളം അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്ലസം ഓർ പ്ലസ് ആർ ഇഫക്റ്റ് ഓഫ് ദി OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പിന് എന്ത് ഇഫക്റ്റ് ഉള്ളത്? പ്ലസം അല്ലെങ്കിൽ പ്ലസ് ആർ ഇഫക്റ്റ് ഉണ്ട്. അതിൻ്റെ റെസൊണൻസ് ആണ് ഇവിടെ, റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ദിസ് ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിൽ, ഓക്സിജനിൽ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീലോക്കലൈസേഷൻ നടക്കണു ഓവർ ദിസ് ആരോമാറ്റിക് റിംഗ്, അല്ലേ? സോ എന്ത് ചെയ്യുന്നു? ഒരു പോസിറ്റീവ് ചാർജ് അപ്പിയർ ചെയ്യാണ് ഇവിടെ ഓക്സിജനിൽ. ആൻഡ് ദിസ് ഹെൽപ്സ് ദ റിലീസ് ഓഫ് ദി പ്രോട്ടോൺ. അങ്ങനെ ഈ പ്രോട്ടോണിനെ റിലീസ്ഡ് ആവണോ? അപ്പം അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഏത്? നമ്മുടെ ഫീനോക്സൈഡ് അയോൺ. ഫീനോളിലെ പ്രോട്ടോൺ പോയി, അല്ലേ? അപ്പം ഉണ്ടാവുന്നതാണ് നമ്മുടെ ഫിനോക്സൈഡ് അയോൺ. അപ്പോൾ ഫിനോക്സൈഡ് അയോണിലും എന്ത് സംഭവിക്കുന്നുണ്ട്? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിനോളിലെ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ ഓഫ് 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ഓക്സിജൻ ഓവർ ദിസ് ആരോമാറ്റിക് റിംഗ്. അപ്പം അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ പോസിറ്റീവ് ചാർജ് വരുന്നത് ഓക്സിജനിലെ. അപ്പം അങ്ങനെ ഹൈഡ്രജനെ വിടുമ്പോഴാണ് എന്ത് വരുന്നത്? ഫിനോക്സൈഡ് അയോൺ വരുന്നത്. അപ്പോൾ ഫിനോക്സൈഡ് അയോണിലും റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ ദീസ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ദ റിലീസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓൺ ദിസ് OH ഗ്രൂപ്പ് ആൻഡ് ദിസ് മേക്സ് ദ ഫിനോൾ ആസിഡിക്. ഇപ്പോൾ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസും
അതുപോലെ ഓക്സിജനിൽ ഈ പോസിറ്റീവ് ചാർജ് വന്നതും അതുപോലെ ഉണ്ടാവുന്ന ഫിനോക്സൈഡ് അയോൺ സ്റ്റെബിലൈസ്ഡ് ആയതും ഈ ഫിനോളിലുള്ള ഹൈഡ്രജനെ റിലീസ് ആവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫിനോൾ ആസിഡിക് ആവുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഒന്നും ആൽക്കോക്സൈഡ് അയോണിൽ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അവിടെ ആരോമാറ്റിക് റിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ RO അതായത് വെറും ആൽക്കോക്സൈഡ് അയോൺസിൽ ഇത്തരത്തിലുള്ള റെസൊണൻസ് സ്റ്റെബിലൈസേഷനുകളൊന്നും ഇല്ല. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സിൽ ഏതാണുള്ളത്? എന്ത് ഇഫക്റ്റ് ആണുള്ളത്? -m ഇഫക്റ്റ് ആണുള്ളത്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സിലെ +m ഇഫക്റ്റും ആണുള്ളത്. അതൊന്ന് ജസ്റ്റ് പണ്ടത്തെ കാര്യം ഒന്ന് റിവൈസ് ചെയ്തു എന്ന് മാത്രം, 4th സെമ്മിൽ പഠിച്ചത്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് 2 എക്സാമ്പിൾ പറഞ്ഞേ. NO2 ഗ്രൂപ്പ്, CHO ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സിലേക്ക് NO2, CHO അതിലൊക്കെ -m ഇഫക്റ്റും, അതുപോലെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ലൈക്ക് OCH3, OH അവിടെയൊക്കെ +m ഇഫക്റ്റും ആണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ ഫാക്ടേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ഫാക്ടേഴ്സ് കണ്ടു. നമ്മൾ ലൂയിസ് കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കണ്ടത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? സോൾവെന്റ് ഇൻഫ്ലുവൻസ് നമ്മൾ കണ്ടു. ഓരോ സോൾവെന്റ് അനുസരിച്ചിട്ട് ഇതിന്റെ സ്ട്രെങ്ത്തിനുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, ദെൻ പൊളാരിറ്റി ആൻഡ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ സോൾവെന്റ്, അതുപോലെ നേച്ചർ ഓഫ് ദ സബ്സ്റ്റിറ്റൻസ്, ദെൻ സ്റ്റെറിക് ഇഫക്റ്റ്, അതുപോലെ BF3യിലുള്ള p ബാക്ക് ബോണ്ടിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിരുന്നു. പിന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ചാർജ് ഡെൻസിറ്റി, ഹൈഡ്രേഷൻ എനർജി, HIയിലെ ലോവർ ചാർജ് ഡെൻസിറ്റി, അതുപോലെ അയണൈസേഷൻ ഹയർ, അതുപോലെ ഹൈഡ്രേഷൻ എനർജി മോസ്റ്റ് നെഗറ്റീവ്, ഇതൊക്കെ HIയിലാണ്. ആ കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ദെൻ റെസൊണൻസ് ഇഫക്റ്റ്, എന്തുകൊണ്ടാണ് ഫിനോൾ കൂടുതൽ അസിഡിക് ആവുന്നത്, അതിൽ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ, പോസിറ്റീവ് ചാർജ് അപ്പിയറിംഗ് ഓൺ ദ ഓക്സിജൻ, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ, ഫോർമേഷൻ ഓഫ് ദ ഫിനോക്സൈഡ് അയോൺ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.